ലോകത്ത് നമ്മുടെ നിലനിൽപ്പ് തന്നെ പഞ്ചഭൂതങ്ങളുടെ അധിഷ്ഠിതമാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാം, അതിൽ രണ്ടാം സ്ഥാനമാണ് ജലത്തിന്. ഈ ജലം ശുദ്ധീകരിക്കുക എന്നുള്ള പ്രക്രിയ എന്ന് പറയുന്നത് അതിലൊരു ദൈവീകത അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 75% രോഗങ്ങളും പകരുന്നത് ശുദ്ധമല്ലാത്ത ജലം ഉപയോഗിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ശുദ്ധജലം എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സകലതും ഏറ്റവും പ്രിഫറൻസ് നമ്മൾ കൊടുക്കാം. പക്ഷെ ജലത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ പലയിടത്തും നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചൊരു രീതിയാണ് ഇതൊക്കെ മതി എന്നുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ജലത്തിനാണ്. കാരണം ഈ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ വളരെ ഇതാണ്. ടോയ്ലറ്റ് വേസ്റ്റും ഈ കിണറുകളും ഒക്കെ ഇന്റർകണക്ട് ആയിട്ടുള്ള രീതിയാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും 80% സ്രോതസ്സുകളും ജലസ്രോതസ്സുകളും മലിനമാണ്. ഭൂമിക്ക് അടിയിലേക്ക് പോകുമ്പോൾ എല്ലായിടവും ഒരുപോലെയാണ്. അപ്പോൾ ഇന്റർകണക്റ്റഡ് ആണ്. ബട്ട് നമ്മൾ അതിന് ചെയ്യുന്നതാണ് ഈ പറയുന്ന വാട്ടർ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന മെത്തേഡ്. ജലത്തിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പ്യൂരിഫിക്കേഷൻ മെത്തേഡിലേക്ക് വരാൻ 2 ടൈപ്പാണ് അത് വരുന്നത്: പ്യൂരിഫിക്കേഷൻ ആൻഡ് ഫിൽട്രേഷൻ. പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന മൈക്രോ ഓർഗാനിസമായ ബാക്ടീരിയ, വൈറസ്, പാരസൈറ്റ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളെ ഇനാക്ടിവേറ്റ് ചെയ്യുന്ന രീതിയാണ് പ്യൂരിഫിക്കേഷൻ. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ് ആയ ചെളി, ചൊവ്വ, ഓര്, സ്മെല്ല്, ടർബിഡിറ്റി ഇങ്ങനെയുള്ള സംഭവങ്ങളെ, ഹാർഡ്നെസ്, ഇതൊക്കെ മാറ്റുന്നതാണ് ഫിൽട്രേഷൻ. ഇനി ഇതിന്റെ തന്നെ മറ്റൊരു തലമുണ്ട് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്. പൊതുസമൂഹങ്ങൾ, അതായത് 5 അതിലധികമോ ടോയ്ലറ്റുള്ള ഫ്ളാറ്റുകൾ, വില്ല, റെസ്റ്റോറന്റ്, റിസോർട്ട്സ് എന്നിവയിലൊക്കെ സീവേജ് വാട്ടർ ട്രീറ്റ് ചെയ്ത് നല്ല വെള്ളമാക്കി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡുണ്ട്. STP എന്നാണ് പറയുന്നത്, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ. ഈ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും റിസോർട്ട്സുകൾക്കും ഫ്ളാറ്റുകൾക്കും വില്ലാസും ഒക്കെ ഈ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ ലൈസൻസ് കൊടുക്കുകയുള്ളൂ എന്നുള്ളത് മസ്റ്റാണ്. അതുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അപ്രൂവലോടെ ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്. എഫ്ലൂവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും ചെയ്യുന്നുണ്ട്. എഫ്ലൂവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസ് സ്റ്റേഷനിൽ വരുന്ന ഓയിലി ഗ്രീസി വെള്ളവും അതുപോലുള്ള കെമിക്കൽ വേസ്റ്റിനെ ട്രീറ്റ് ചെയ്ത് നല്ല വെള്ളമാക്കി ആ നല്ല വെള്ളത്തിനെ ഗാർഡനിങ്ങും മറ്റു പർപ്പസിനും ഉപയോഗിച്ച് അതിലുള്ള മറ്റ് ഖരമാലിന്യങ്ങൾ ഡിസ്പോസ് ചെയ്യുന്ന രീതിയാണ്. ഓരോ ആൾക്കാരുടെ സ്വഭാവം ഡിഫറൻ്റ് ആയിരിക്കുന്നത് പോലെ തന്നെ ഓരോ ജലത്തിന്റെ സ്വഭാവം ഡിഫറൻ്റ് ആയിരിക്കും. 13ഓളം പാരാമീറ്റേഴ്സ് നോക്കും. TDS, pH, ഫോസ്ഫേറ്റ്, അയൺ, സിലിക്ക, ഇങ്ങനെയുള്ള ഒരു 13ഓളം പാരാമീറ്റേഴ്സ് നോക്കും. ക്വാളിറ്റിയും ക്യാരക്ടറും അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. ചിലയിടത്ത് പ്യൂരിഫയർ മാത്രം വെച്ചാൽ മതിയാവും. ഓരോന്നുള്ള സംഭവം ഉണ്ടാകും. ഓരോ അയൺ കണ്ടന്റാണ്. എന്താണോ ജലം അതിനനുസരിച്ചുള്ള പ്ലാന്റുകളാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. ഉറപ്പൊഴിച്ച് കഴിഞ്ഞാൽ ശുദ്ധജലം കുടിക്കുക എന്നുള്ളതാണ്. പ്യൂരിഫയറോ അല്ലെങ്കിൽ ഫിൽട്രേഷനോ വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജലം എന്താണെന്ന് അറിഞ്ഞ് മാത്രമേ അത് ചെയ്യാവൂ. വെറുതെ ഒരു സാധനം വാങ്ങിച്ച് എനിക്ക് പ്യൂരിഫിക്കേഷൻ നടത്തണം എന്ന് കൊണ്ടൊന്നും വയ്ക്കരുത്. എന്താണോ നിങ്ങളുടെ ജലം, ജലത്തിനനുസരിച്ചുള്ള പ്യൂരിഫിക്കേഷനോ ഫിൽട്രേഷനോ ചെയ്യുക. അല്ലെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും.